എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഫത്തഹ മുബാർക്ക് 2026 പ്രവേശനോത്സവം പത്തുസിൻ്റെ മദ്രസയിൽ അവിടുത്തെ വിശേഷങ്ങളും പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിന് കോളിഫ്ലവർ വെച്ചിട്ട് അടിപൊളി ഐറ്റം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഇത്രയും രുചികരമായ ഐറ്റം നിങ്ങൾ കണ്ടു കാണില്ല കേട്ടോ. അപ്പോൾ അടിപൊളി തണ്ണിമത്തം കൊണ്ട് ഷേക്കും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അടിപൊളി വ്ലോഗാണ്, ഇൻട്രസ്റ്റ് ഉള്ള അടിപൊളി വ്ലോഗാണ്, ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. സിനി മദ്രസയിലേക്ക് 7 മണിക്ക് എത്തിച്ചേരണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 5 മണിയായപ്പോൾ എനിക്ക് നിസ്കാരത്തിന് ശേഷം ഒരു 5:45 ഇഡ്ഡലി മാവ് നല്ലപോലെ പതിഞ്ഞ് പൊങ്ങി വരുന്നത് കണ്ടിട്ടോ. അപ്പോൾ മെല്ലെ ഒന്ന് മൂടി വെച്ചു. അതിന് ശേഷം പിന്നെ ഞാൻ ചട്നി റെഡിയാക്കി വെച്ചു. അപ്പം നല്ലപോലെ പതിഞ്ഞ് പൊങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഉള്ളതുപോലെ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമാണ് കേട്ടോ. നല്ല പദമുള്ള ഇഡ്ഡലി കിട്ടൂലേ. അപ്പോൾ തട്ടിലേക്ക് വീത്തിങ്ങായിട്ട് ഞാൻ നേരെ ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെ വീത്തി വെച്ചിങ്ങായിട്ട് പാത്തുസിന് ഒരുക്കാൻ പോയിട്ടോ. എന്നിട്ട് നേരെ ചെമ്പിലേക്ക് ഇറക്കി വെച്ചത് ഞാൻ വീഡിയോസ് എടുത്തില്ല. അത് ഒരുപാട് തവണ എൻ്റെ ചാനൽ കണ്ടതല്ലേ കൂട്ടുകാരെ. പിന്നെ എന്തിനാണ് ഇഡ്ഡലി തട്ട് നമ്മൾ ചെമ്പിലേക്ക് ഇറക്കി വെക്കുന്നത് കാണുന്നില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് എടുത്തില്ല. അങ്ങനെ പാത്തുസും ഞാൻ മദ്രസയിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഫത്തഹ മുബാർക്ക് 2026 അടിപൊളി പ്രവേശനോത്സവം നമുക്ക് കണ്ടാലോ. സ്വാഗതം ചെയ്യുന്നു കേട്ടോ പാത്തുസിൻ്റെ മദ്രസയിലേക്ക്. 7 മണിക്കിന് ഞാൻ എത്തിച്ചേർന്നു കേട്ടോ. അപ്പോൾ അധികം താത്തമാരൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉസ്താദ് ദുആ ചെയ്തു. പിന്നെ ആൾക്കാർ വന്നു തുടങ്ങി. ആണുങ്ങളിരിക്കുന്ന ഭാഗമൊന്നും ഞാൻ വീഡിയോസ് എടുക്കാൻ പോയില്ല കേട്ടോ. അപ്പോഴത്തെ ദുആയ്ക്ക് ശേഷം ചീരിഞ്ഞ കേട്ടോ കൊടുക്കുന്നത്. റൊട്ടിപ്പത്തിരിയും ചായയും പിന്നെ ജിലേബി കേട്ടോ. അപ്പോൾ റൊട്ടിപ്പത്തിരി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ചായയുമായിട്ട് ഒരു വിദ്യാർത്ഥിനി എത്തിയിട്ടുണ്ട്. അങ്ങനെ ചായയും ജിലേബിയും അതേപോലെ തന്നെ റൊട്ടിപ്പത്തിരി. വീട്ടിൽ നിന്നൊന്നും കഴിച്ചില്ല. എന്തായാലും ഇവിടെ ചെന്നാൽ ചീരിനി കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ ചായയും റൊട്ടിപ്പത്തിരിയൊക്കെ കൂട്ടി കഴിച്ചു. അതിനുശേഷം മൈസൂർ പാർക്ക് കിട്ടി. ഞാനതൊന്ന് പൊതിഞ്ഞിങ്ങേറ്റ് പേഴ്സിൽ വെച്ചു. വീട്ടിൽ ചെന്ന പാത്തുസിനെയോ അതുപോലെ തന്നെ മോനോ കൊടുക്കാലോ എന്ന് കരുതിയിട്ടോ. അതിനുശേഷം റംലാന് ഖുറാൻ ക്ലാസ്സിന് ചെന്ന കുട്ടികൾക്കൊക്കെ സമ്മാന പൊതികൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ കൂട്ടുകാരെ. ഇനി നമുക്ക് വീട്ടിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഉച്ചക്കത്തെ ലഞ്ചിന് കറി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞില്ലേ. റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തട്ടി നിന്നെടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് എടുത്തോ. അങ്ങനെ ഒരു പാത്രത്തിലോട് സെറ്റാക്കി അങ്ങോട്ട് വെച്ചു. പിന്നെ ചട്നി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇഡ്ഡലിയും ചട്നിയാട്ടോ ഞങ്ങളുടെ രാവിലത്തെ ഫുഡ്. അപ്പോൾ രാവിലത്തെ ഫുഡ് സെറ്റായി. ഇനി ഉച്ചക്കത്തെ ലഞ്ച് ഒരു അടിപൊളി ഐറ്റമാണ്, ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ചട്നിയും ഇഡ്ഡലിയും കൂട്ടി അങ്ങോട്ട് കഴിച്ച് കൂട്ടുകാരെ. നല്ല പദമുള്ള ഇഡ്ഡലിയായിരുന്നു, നല്ല സോഫ്റ്റുള്ള ഇഡ്ഡലിയായിരുന്നു. അപ്പോൾ നേരെ കോളിഫ്ലവർ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് വെള്ളത്തിൽ കുറച്ച് നേരമായിട്ടോ ഇട്ട് വെച്ചത്. അണുക്കളൊക്കെ നശിക്കാനാണ് ഇങ്ങനെ ഇട്ട് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഐറ്റംസൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സബോളയും തക്കാളിയും ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ചെറുള്ളി ഇതൊക്കെ അങ്ങോട്ട് സെറ്റാക്കി അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മഞ്ഞൾ വെള്ളം അങ്ങനെ ഊറ്റിക്കളഞ്ഞ് നല്ല രീതിയിലൊന്ന് കഴുകി സെറ്റാക്കി അതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഒരു പാൻ വെച്ചുകൊടുക്കാം അല്ലേ, ചീഞ്ചട്ടി വെച്ചെടുക്കാം. എന്നിട്ട് കത്തിച്ചപ്പോൾ നേരെ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. എന്നാൽ തീ ഒന്ന് ആളി. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ സബോള കുട്ടനെ അരിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കുന്നുണ്ട്. സബോള നല്ല രീതിയിൽ അങ്ങോട്ട് വേവണം, അതുവരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ചെറുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 എണ്ണം അരിഞ്ഞതാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ല രീതിയിൽ സബോള വേവുന്നവരെ നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുത്ത് സെറ്റാക്കിയ ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം, പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് അടിപൊളി ഐറ്റം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്താണെന്നറിയോ, നമ്മുടെ ഈ തക്കാളിക്കുട്ടനെ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതങ്ങോട്ട് അരിഞ്ഞ് സെറ്റാക്കാൻ കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ തക്കാളിക്കുട്ടനെയും അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് ഉടഞ്ഞ് ചേരുന്നവരെ നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. തക്കാളി നല്ല രീതിയിലൊന്ന് ഉടഞ്ഞ് ചേരുന്നവരെ ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് സെറ്റാക്കിയ ശേഷം നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. തീ നല്ലതുപോലെ കുറച്ച് വെച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടിയല്ല ചതച്ചെടുത്തതാണ് കേട്ടോ. പാകത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ടേസ്റ്റ് കേട്ടോ. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പച്ചമണം മാറുന്നവരെ നല്ല രീതിയിലൊന്ന്
വഴറ്റിയെടുക്കാം. ഈ സമയം തീ നല്ലതുപോലെ കുറച്ച് വെക്കണം കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ പച്ചമണം മാറുന്ന വരെ നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുത്ത് സെറ്റാക്കി എടുത്ത ശേഷം പിന്നെ ഇതാ ചൂടോളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കപ്പ് ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മൂടി വയ്ക്കാനാണ് കേട്ടോ പോകുന്നത്. ഇനി നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ. അപ്പം നമുക്കതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നല്ല രീതിയിൽ തിളച്ച് വരാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അപ്പോൾ അതിലേക്ക് ഇതാ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല രീതിയിലൊന്ന് മസാല നമ്മുടെ കോളിഫ്ലവറിൽ പിടിക്കുന്ന നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയെടുക്കണം കേട്ടോ. ഈ സമയം എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കോളിഫ്ലവർ വേവിക്കാൻ ആവശ്യമായ ചൂടുള്ള വെള്ളം കേട്ടോ ഞാൻ ഇപ്പോഴും ഒഴിച്ചു കൊടുക്കുന്നത്, പെട്ടെന്നാവില്ലേ എന്ന് കരുതിയിട്ടോ. അപ്പോൾ ഇതാ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതാ മൂടി വെച്ച് കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലൊന്ന് തിളച്ച് നമ്മുടെ ഈ കോളിഫ്ലവറൊക്കെ നല്ല രീതിയിലൊന്ന് വേവട്ടെ. അപ്പോൾ അതിലേക്ക് ഇതാ നമ്മുടെ കറി മസാലപ്പൊടിയും അതേപോലെ തന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കാനാണ് പോകുന്നത്. നമ്മുടെ കോളിഫ്ലവർ പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കറി മസാലപ്പൊടിയും കറിവേപ്പിലയും പിന്നെ നമ്മുടെ മല്ലിച്ചപ്പും ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കാനാട്ടോ പോകുന്നത്. എന്നിട്ടൊന്ന് മൂടി വയ്ക്കണം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുക്കായി കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാമല്ലേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് അടിക്കുക, കമൻറ്റ് രേഖപ്പെടുത്തുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ലൈക്ക് അടിക്കാനും ആരും മറന്നു പോവരുത്. അങ്ങനെ മൂടി വെച്ചു. അങ്ങനെ നമ്മുടെ അടിപൊളി ഐറ്റം കോളിഫ്ലവർ കൊണ്ട് അടിപൊളി കറി ഗ്രേവി സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ച് കിടിലം ഐറ്റമാണ്. നിങ്ങൾ ഇതുവരെ രുചിച്ച് കാണില്ല, അത്രയും പൊളി ഐറ്റമാണ് റെഡിയാക്കി എടുത്തത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു കമൻറ്റ് രേഖപ്പെടുത്തൂ. അതിനുശേഷം ഒരു 4 മണിക്ക് ശേഷമുള്ള വീഡിയോ ആണ്. അപ്പോൾ തണ്ണിമത്തം കൊണ്ട് അടിപൊളി ഷെയ്ക്കാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. തണ്ണിമത്തം കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു. കുരുകളൊക്കെ കളഞ്ഞ ശേഷമാണ് കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പും ബദാമും പിന്നെ തണുപ്പുള്ള നല്ല പാൽ കേട്ടോ വേവിച്ച ശേഷം തണുപ്പിച്ച് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. പാകത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. പിന്നെ നട്ട്സിനായിട്ട് നമ്മുടെ ബദാമും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തു. സെർവ് ചെയ്യാൻ അടിപൊളി ഷേക്കാണ്. നിങ്ങളും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ, അടിപൊളി ഐറ്റമാണ്. അങ്ങനെ ഞങ്ങളുടെ 4 മണിക്ക് ശേഷമുള്ള അടിപൊളി വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഷേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാത്തുസ് എന്നിട്ടില്ല മോനാട്ടോ വീഡിയോസും കാര്യങ്ങളും എടുത്തു തരുന്നത് ക്യാമറമാൻ ഹാസിൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്യാമറമാൻ ഹാസിലായിരുന്നു കേട്ടോ എൻ്റെ മോന്. അങ്ങനെ അതിലേക്ക് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാത്തുസിനും ആച്ചുമോന് ഇഷ്ടമുള്ള നട്ട്സുകളാണ് ഇട്ട് കൊടുക്കുന്നത്, അണ്ടിപ്പരിപ്പും ബദാമും. അങ്ങനെ അതൊക്കെ അങ്ങോട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഫുള്ളായി വാച്ച് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ചാനലിലെ വിജയം. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത്. ടാറ്റാ ബൈ.